അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. കോടമഞ്ഞും വിദൂര കാഴ്ചകളുമായി സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് തൃശ്ശൂരിലെ പീച്ചി വൈൽഡ് ലൈഫിന്റെ കീഴിൽ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ട്രക്കിങ്ങും കുട്ടവഞ്ചി സവാരിയും ആരംഭിച്ചതോടെ നിരവധി സഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് സൂരജ് സജിയുടെയും തൃശ്ശൂരിലെ 24 ടീമിന്റെയും കൂടെ പീച്ചിയിലേക്കൊന്ന് പോയി വരാം. കാടും മലയും കയറിയിറങ്ങിയുള്ള ട്രക്കിംഗ്, തടാകത്തിലൂടെയുള്ള കുട്ടവഞ്ചി സവാരി, സഞ്ചാരികളെ മാടി വിളിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലേക്കാണ് ഇന്നത്തെ യാത്ര. കരിവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ച പീച്ചി അണക്കെട്ട്, തലയെടുപ്പോടെ പാൽപ്പള്ളി, നെല്ലിയാമ്പതി മലനിരകൾ, അപൂർവ ജൈവവൈവിധ്യങ്ങളുടെ കലവറയാണ് പീച്ചി. പീച്ചിയുടെ വശ്യത സഞ്ചാരികൾക്ക് സമ്മാനിക്കുകയാണ് വനം വകുപ്പിന്റെ ട്രക്കിംഗ്. എലിഫന്റ് സാഗ, നാസിക ട്രെയിൽ, ഡാം വാലി, മൂടൽമല എന്നിവിടങ്ങളിലേക്കാണ് ട്രക്കിംഗ്. 4 പേർക്ക് 600 രൂപ മുതൽ 2000 രൂപ വരെ നീളുന്ന പാക്കേജിന് ആവശ്യക്കാർ ഏറെയാണ്. പീച്ചിയുടെ വശ്യതയും വന്യതയും ഒരുപോലെ സഞ്ചാരികളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് കുട്ടവഞ്ചി സവാരിയും തുടങ്ങിയത്. തട്ടേക്കാട് ബോട്ടപകടത്തിന് ശേഷം പീച്ചിയിൽ ബോട്ട് സവാരി നിർത്തിവച്ചിരുന്നു. നീണ്ട 17 വർഷത്തിനു ശേഷം പീച്ചി ഡാമിൽ കുട്ടവഞ്ചി സവാരി വന്നപ്പോൾ വൻ സ്വീകാര്യമാണ് ലഭിക്കുന്നത്. ഈ യാത്രയിൽ നമുക്കൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജൻ കൂടി നമ്മുടെ യാത്രയിൽ ചേരുകയാണ്. ഡാമിനു താഴ്ഭാഗത്തെ ശീതൽ മുതൽ വള്ളിക്കയം വരെ നീളുന്ന വനയാത്രയും തുടർന്ന് വള്ളിക്കയത്തു നിന്ന് കുട്ടവഞ്ചി സവാരിയുമാണ് പദ്ധതി. പീച്ചി ഡാമിൽ വെള്ളം വിടുമ്പോൾ ഒരു ആകർഷണമുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ കുട്ടികൾക്ക് കാണാനുള്ള പീച്ചിയുടെ ഗാർഡൻ മാത്രമേ അത്ര ഗംഭീരമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. ആളുകൾക്കാണെങ്കിൽ വെള്ളത്തിൽ തൊടണം, വെള്ളവുമായി ഒരു ബന്ധം ഉണ്ടാക്കണം, ആ വിധത്തിൽ ടൂറിസം ആഘോഷിക്കണം എന്ന ധാരണയുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചർച്ച ചെയ്ത് ഈ മേഖലയിലെ എക്കോ പിന്നെ EDC അവരുടെ നേതൃത്വത്തിലാണ് 4 കൊട്ടവഞ്ചികൾ ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 3-4 ദിവസമേ ആയിട്ടുള്ളൂ ആരംഭിച്ചു, പക്ഷേ വലിയ റെസ്പോൺസാണ് കാണുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ട്രക്കിംഗ് നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരത്തേക്ക് കയറി പോകാം. ആളുകൾക്ക് നല്ലതുപോലെ കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ ട്രക്കിങ്ങും ഇതെല്ലാം കൂടി വരുമ്പോൾ പീച്ചി മനോഹരിയാവും. നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ള 20 മിനിറ്റാണ്. അത് ഏത് വഴിയിലേക്കും പോകാം. 20 മിനിറ്റ് കൊണ്ടുപോവുക. ഒക്കനക്കിലൊക്കെ ഉള്ളതുപോലെ കൊട്ടവഞ്ചിയിൽ വെച്ച് തന്നെ ആളുകളെ ഒന്ന് കറക്കുക. അങ്ങനെ ആ വിധത്തിൽ കുട്ടവഞ്ചി യാത്രയുടെ മനോഹാരിത എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പരിപാടി തയ്യാറായി. മന്ത്രി കറങ്ങി? ഞാൻ കറങ്ങി. ഞാൻ ഒരു തവണയല്ല, പലതവണ കറങ്ങി. പിന്നെ നന്നായി കറക്കി. ആദ്യഘട്ടത്തിൽ 4 കുട്ടവഞ്ചികളാണ് ഒരുക്കിയിട്ടുള്ളത്.
400 രൂപയാണ് യാത്രാ നിരക്ക്. ഒരേ സമയം 4 പേർക്ക് സഞ്ചരിക്കാൻ കഴിയും. 20 മിനിറ്റാണ് യാത്രയുടെ ദൈർഘ്യം. മലയിറങ്ങി ഡാമിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടുകൊമ്പന്മാർ തുടങ്ങി അപൂർവ വന്യജീവികളെ വരെ യാത്രയിൽ കാണാം. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല അനുഭവമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് പീച്ചിയിൽ ഇങ്ങനൊരു കൊട്ടവഞ്ചി സവാരി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പീച്ചിയുടെ ഈ മനോഹാരിത വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാനായിട്ട് ഇതിലൂടെ സാധിച്ചു. ഡിസംബർ ആയതുകൊണ്ട് തന്നെ പീച്ചിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ വർധനവാണുള്ളത്. ടൂറിസത്തിന്റെ പുത്തൻ സാധ്യതകൾക്കൊപ്പം പീച്ചിയുടെ മനോഹാരിത കൂടി അടുത്തറിയാനുള്ള അവസരമാണ് ഈ കാണുന്ന കുട്ടവഞ്ചി സവാരി ഒരുക്കുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അപ്പോൾ പീച്ചി അടിപൊളിയായി മാറുകയാണ്. മിനിസ്റ്ററൊക്കെ പറഞ്ഞല്ലോ, അവിടെ കൂടുതൽ ഇക്കോ ടൂറിസത്തിൻ്റെ സാധ്യതകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ കുട്ടവഞ്ചി സവാരിയും ട്രക്കിംഗ് ഇപ്പോൾ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഈ പീച്ചിയിലെ ട്രക്കിംഗ് ഭയങ്കര ട്രെൻഡിങ് ആയി മാറുന്നുണ്ട്. അപ്പോൾ അവിടെ സുരക്ഷിതമായി വലിയ പൈസയൊന്നും മുടക്കാതെ ഒരു ഫെയർ ചാർജിലാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പോയി അടിപൊളിയായി ആഘോഷിച്ച് ആസ്വദിക്കാൻ പറ്റുന്നൊരു സാഹചര്യം എന്തായാലും ഒരു നല്ല തുടക്കമാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യാത്രാ സ്നേഹികൾ അവിടേക്ക് പീച്ചിയിലേക്ക് പോവുക.